ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ഈസ്റ്റർ സൺഡേ ആണ്. ഈസ്റ്റർ സൺഡേ എന്ന് നമ്മൾ പറയുമ്പോൾ ഇതൊരു നെഗറ്റീവ് അർത്ഥം പല പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾക്കും, ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ സർക്കിളിലുള്ള വിശ്വാസികൾക്ക് ഒരു നെഗറ്റീവ് മീനിങ് ആണ് പല ആളുകൾക്കും ഉള്ളത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഈസ്റ്റർ സൺഡേ എന്ന് പറയുന്നതോടൊപ്പം റിസറക്ഷൻ സൺഡേ അല്ലെങ്കിൽ റിസറക്ഷൻ ഡേ, ഉത്ഥാന ദിവസം, പുനരുത്ഥാന ദിവസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഇന്നത്തെ ഈ സഭായോഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് ദൈവം ഇടയാക്കിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ വചനം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്, നിങ്ങൾക്കറിയാം, പൊതുവേ ഞാൻ ദൈവവചനം സംസാരിക്കാനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ സീരീസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന, തുടർമാനമായിട്ട് ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊരിന്ത്യ ലേഖനത്തിൽ നിന്നാണ്. അതിന്റെ 8 അധ്യായങ്ങൾ വരെ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും 9-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ ഇനി വരേണ്ടിയിരുന്നത്. എന്നാൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പരിഗണിച്ച് കൊരിന്ത്യ ലേഖനത്തിലെ തന്നെ 15-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോട് അനുബന്ധിച്ചിട്ടുള്ള ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ 1-2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള ശവസംസ്കാര ശുശ്രൂഷകളിൽ വെച്ച്, ഫ്യൂണറൽ സർവീസുകളിൽ വെച്ച് ഏറ്റവും ഹൃദയഭേദകമായിട്ട്, ഏറ്റവും നിങ്ങളെ ദുഃഖത്തിൽ ആഴ്ത്തിയിട്ടുള്ള ഒരു ശവസംസ്കാര ശുശ്രൂഷ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നുണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിനോട് തുല്യമായത് തന്നെയാണ്, അല്ലെങ്കിൽ അതിനോട് സമാനമായ മറ്റൊരു ചോദ്യമാണ്. നിങ്ങൾ പങ്കെടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രത്യാശ നിർഭരമായ ഒരു ഫ്യൂണറൽ സർവീസ് നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് കഴിയുമോ? നിങ്ങൾക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട് എങ്കിലും വളരെ പ്രത്യാശ ആ ഫ്യൂണറൽ സർവീസിലൂടെ നിങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ ഒരു ഫ്യൂണറൽ സർവീസ് നിങ്ങൾക്ക് ഓർത്തെടുക്കാം. നമുക്ക് ഓർത്തെടുത്താൽ പല ഫ്യൂണറൽ സർവീസുകളും നമ്മുടെ ഓർമ്മയിലേക്ക് വരും എന്നുള്ളതിന് സംശയമില്ല. മരണം അതൊരു വലിയ ഒരു സമസ്യയാണ്, അല്ലെങ്കിൽ ഒരു വലിയ നമ്മൾ ചിന്തിച്ചാൽ, ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വലിയ പ്രഹേളികയായിട്ട് പലപ്പോഴും മരണത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാറുണ്ട്. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും, മനുഷ്യൻ മരിച്ചാൽ എവിടെ പോകും എന്നുള്ളതിനെ കുറിച്ച് ആളുകളുടെ ഇടയിൽ വിവിധമായിട്ടുള്ള ചിന്താഗതികൾ, അഭിപ്രായങ്ങൾ, വീക്ഷണങ്ങൾ, വിശ്വാസങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് അറിയാനായിട്ട് കഴിയും. ചില ആളുകൾ വിശ്വസിക്കുന്നത്, അവര് മനസ്സിലാക്കിയിരിക്കുന്നത്, മനുഷ്യൻ മരിച്ചാൽ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു, അവൻ പിന്നീട് ആ വ്യക്തിക്ക് നിലനിൽപ്പില്ല, അദ്ദേഹം ഒരു ശരീരം മാത്രമാണ്, അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്ന ഒരു ഘടകം മനുഷ്യനിലില്ല, അതുകൊണ്ട് മരണത്തോടുകൂടി മനുഷ്യൻ അവസാനിക്കുന്നു, cease to exist എന്നാണ് ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നത്. വേറെ ചില ആളുകൾ വിശ്വസിക്കുന്ന മരണത്തിന് ശേഷം ജീവിതമുണ്ട്, ആത്മാവ് നശിക്കുന്നില്ല, ആ ആത്മാവ് മറ്റൊരു ജീവജാലമായിട്ട്, മറ്റൊരു ജീവിയായിട്ട് പരിണമിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു ജീവിയായിട്ട് ജനിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ വിശ്വാസം, പ്രത്യേകിച്ച് ഹിന്ദു മതവിശ്വാസം അങ്ങനെയാണ്. മരണത്തിന് ശേഷം എൻ്റെ ആത്മാവ് മറ്റൊന്നായിട്ട് പുനർജനിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അനേക ജന്മങ്ങളിലൂടെയും മരണങ്ങളിലൂടെയും ആണ് മനുഷ്യൻ മോക്ഷം പ്രാപിക്കുന്നത്. പിന്നീട് അവസാനം അവന് ബ്രഹ്മത്തിൽ അലിയുന്നു എന്നൊക്കെയാണ് ഹിന്ദു മതവിശ്വാസം. വേറെ ചില ആളുകൾ കരുതുന്നത് ഈ ആത്മാവ് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുന്നു, മറ്റൊന്നായിട്ട് ജനിക്കുകയോ ഇല്ലാതായി തീരുകയോ അല്ല ചെയ്യുന്നത്, മറ്റേതെങ്കിലും ജീവജാലങ്ങളിലേക്ക് ഈ ആത്മാവ് ചെന്ന് പ്രവേശിച്ച് അവിടെ അത് കുടിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട്. വേറെ ചില ആളുകൾ വിശ്വസിക്കുന്നത് എല്ലാ മനുഷ്യരും മരിക്കും, എന്നാൽ ചിലർ നിത്യതയോളം അല്ലെങ്കിൽ എന്നേക്കും ജീവിക്കുവാനായിട്ട് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവം അങ്ങനെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുകയും, കുറെ അധികം ആളുകൾ അവര് പിന്നീട് അവർക്ക് നിലനിൽപ്പില്ല, അവരെ ദൈവം ആ നിലയിൽ കണ്ടിട്ടില്ല,
അവര് പിന്നീട് ജീവനോടെ ഇല്ല, അവരുടെ അസ്തിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള ഒട്ടനവധി വിശ്വാസങ്ങൾ മനുഷ്യന്റെ മരണവുമായിട്ട്, മരണാനന്തര ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. എന്നാൽ ഇതിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു പഠിപ്പിക്കലാണ് ക്രിസ്തീയ മാർഗം നമുക്ക് നൽകുന്നത്, അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ നമ്മൾക്ക് നൽകുന്ന പഠിപ്പിക്കൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശുദ്ധ വേദപുസ്തകമാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആധാരം. നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ പരിശീലിക്കുന്നതും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിലാണ് എന്നാണ് നമ്മൾ പഠിപ്പിക്കുകയും നമ്മൾ അങ്ങനെയാണ് നമ്മുടെ വിശ്വാസവും ജീവിത രീതിയൊക്കെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ വിശ്വാസികൾ എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ക്രിസ്തീയ വിശ്വാസം മറ്റ് മതവിശ്വാസങ്ങളിൽ നിന്ന്, ലോകവീക്ഷണങ്ങളിൽ നിന്ന് എത്രമാത്രം വിഭിന്നമായിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരുപക്ഷെ ക്രിസ്തീയ വിശ്വാസത്തെ മറ്റു മതങ്ങളിൽ നിന്നും ലോകവീക്ഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്ന ഒരു പ്രധാന ഘടകം തന്നെ മരണാനന്തരമുള്ള മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് വളരെ കൃത്യതയോടെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പകല് നമുക്ക് ആ വിശ്വാസം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാനും ഒന്നും കൂടി ഓർമ്മിച്ചെടുക്കുവാനും അങ്ങനെ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും പുതുക്കുന്നതിനും ഈ സന്ദേശം കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ ധാരാളം വിഷയങ്ങൾ പൗലോസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ പല വിഷയങ്ങളും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയുണ്ടായി. ഈ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനവും അതുപോലെ മരിച്ചുപോയ മനുഷ്യരുടെ പുനരുത്ഥാനവും എന്നീ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് താൻ ഇവിടെ വിശ്വാസികളോട്, കൊരിന്ത്യയിലെ വിശ്വാസികളോട് സംസാരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം യേശുക്രിസ്തുവിന്റെ ഉയർപ്പും, രണ്ടാമത്തെ ഒരു ഭാഗം ക്രിസ്തു വിശ്വാസികളുടെ അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകളുടെ ഉയർപ്പിനെ കുറിച്ചും ആണ് പറയുന്നത്. ഈ വിഷയം പൗലോസ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു സൂചന നമുക്ക് ഈ അധ്യായത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 15-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് ആ സൂചന നൽകുന്നുണ്ട്. അതിന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എന്താണ്? കൊരിന്തിലുള്ള ഒരു കൂട്ടം വിശ്വാസികൾ, എല്ലാവരുമല്ല, ചിലര് പറയുകയാണ് മരിച്ചവർക്ക് പുനരുത്ഥാനമില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്നുള്ളതല്ല അവരുടെ പ്രശ്നം. അവരത് വിശ്വസിക്കുന്നുണ്ട്. ഒട്ടനവധി വിശ്വാസികളും അത് വിശ്വസിക്കുന്നുണ്ട്. യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന്, ഉയർത്തെഴുന്നേറ്റോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് വിശ്വാസക്കുറവോ അല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ അവർക്കൊരു സംശയം, അവര് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുമോ? അതാണ് അവരുടെ സംശയം. അപ്പൊ ഈ സംശയവും ഈ സംശയത്തിന്റെ ദൂരീകരണം നടത്തുവാനായിട്ട്, സംശയ നിവാരണം നടത്തുക എന്നുള്ള ലക്ഷ്യം പൗലോസിനുണ്ട്. അവരെ യഥാർത്ഥമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് അവർ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യം താൻ ഈ ലേഖനം എഴുതുന്നതിലൂടെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താൻ പറയുന്നത് എന്താണ്? 18-ാമത്തെ വാക്യം പ്രസംഗിക്കുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ആർഗ്യുമെന്റോട് കൂടി, ആ വാദത്തോടു കൂടി പൗലോസ് പറയുന്നത് ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ് പ്രസംഗം. അങ്ങനെ പ്രസംഗിച്ചു വരുന്നത് കൊണ്ട് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? അതിന്റെ അർത്ഥം യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും, എല്ലാവരും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കും എന്ന് തന്നെയാണ് പൗലോസ് അവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്ന
ഒരു മുന്നറിയിപ്പും അപ്പോൾ തന്നെ ഒരു മഹത്തായ പ്രതീക്ഷയും പ്രത്യാശയും ലോകത്തിന് കൈമാറ്റം ചെയ്യുന്നത് മരണത്തോടുകൂടി മനുഷ്യൻ അവസാനിക്കുന്നില്ല, മനുഷ്യ ജീവിതം തീരുന്നില്ല, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ധാരാളം കാര്യങ്ങൾ പുനരുത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് കഴിയും. ഞാൻ നിങ്ങളോട് നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഒത്തിരി ആളുകൾ ചിന്തിക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ മറ്റു ചില മതവിശ്വാസങ്ങളിൽ ആളുകൾ മരണത്തിന് ശേഷം മനുഷ്യന് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ പോലെ അല്ല ക്രിസ്തീയ വിശ്വാസം. ഇവിടെ പറയുന്നത് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, അഥവാ ഞാൻ മരിച്ചാൽ ഞാനായി തന്നെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ആത്മാവ് മറ്റൊന്നായിട്ട് തീരുകയോ മറ്റൊരു ജീവിയായിട്ടോ മറ്റൊരു മൃഗത്തിലേക്കോ ജീവിയിലേക്കോ എൻ്റെ ആത്മാവ് പ്രവേശിച്ച് ഞാൻ അങ്ങനെ മാറുകയോ അല്ലെങ്കിൽ മരിച്ച ഞാൻ പിന്നീട് ഇല്ലാതാകുകയോ ചെയ്യുന്ന ഒരവസ്ഥയല്ല നമ്മൾ കാണുന്നത്. മരിച്ചുപോയ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആദ്യത്തെ ഭാഗം എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ ഉയർപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചില വസ്തുതകൾ. ഇവിടെ ആദ്യ ഭാഗത്ത് പൗലോസ് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അതിന് നൽകുന്ന തെളിവുകൾ, അതിന് താൻ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സത്യമായിരുന്നു, അത് യാഥാർത്ഥ്യമാണ്, അത് വസ്തുതയാണ് എന്ന് താൻ വിശ്വാസികളെ ബോധവൽക്കരിക്കുവാൻ, അവരെ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി ധാരാളം കാര്യങ്ങൾ താൻ ഇവിടെ നിരത്തുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രഭാഷണത്തിന്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഉയിർപ്പ് അത് വസ്തുതയായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കുവാനായിട്ട് പൗലോസ് ഈ അധ്യായത്തിലൂടെ ഇതിന്റെ പ്രാരംഭ വാക്യങ്ങളിലൂടെ കൊണ്ടുവരുന്ന കുറെ അധികം തെളിവുകളും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് ഈ അധ്യായത്തിൽ കാണാത്ത ചില കാര്യങ്ങളും ആണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ ആരംഭ ഭാഗത്ത് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. മനുഷ്യൻ എന്തുകൊണ്ടാണ് മരിക്കുന്നത്, മരിച്ച മനുഷ്യർക്ക് എന്താണ് സംഭവിക്കുന്നത്, അവർ വീണ്ടും ഉയർക്കുമോ, അതുപോലെ എന്താണ് സുവിശേഷം മനുഷ്യവർഗത്തിന് നൽകുന്ന വാഗ്ദാനം എന്താണ്, അല്ലെങ്കിൽ അനുഗ്രഹം എന്താണ്, സുവിശേഷത്തിന്റെ അതിന്റെ സ്വാധീനം എവിടെ വരെ എത്തുന്നതാണ് എന്നുള്ളത് ഈ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതുപോലെ മരിച്ച മനുഷ്യർ ഉയർക്കും എന്നുള്ളതിന്റെ തെളിവുകൾ പൗലോസ് നൽകുന്നു. ക്രിസ്തുവിന്റെ പുനരുത്ഥാനം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, എന്താണ് പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകത എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന മനുഷ്യന് ഒരു പ്രത്യേക ശരീരം, അല്ലെങ്കിൽ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പുനരുത്ഥാന ശരീരം, ഉയർത്തെഴുന്നേറ്റ ഒരു ശരീരം, ഒരു വ്യത്യസ്തമായ ഒരു ശരീരം ആവശ്യമായിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും പൗലോസ് പറയുന്നുണ്ട്. മരിച്ചുപോയ മനുഷ്യർ എപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് താൻ വിശദീകരിക്കുന്നുണ്ട്. അവസാനമായിട്ട് ഈ പുനരുത്ഥാനം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്, മനുഷ്യൻ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, മരിച്ചുപോയ മനുഷ്യർ ഉയർക്കുമെങ്കിൽ ആ വസ്തുത നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ അധ്യായത്തില് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി നമ്മളിപ്പോൾ ചിന്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം, ഉയർപ്പ് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് സമർത്ഥിക്കുവാൻ പൗലോസ് നിരത്തുന്ന തെളിവുകൾ എന്തെല്ലാം ആണ് എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് താന് മുന്നോട്ട് വയ്ക്കുന്ന തെളിവ് എന്നുള്ളത് തിരുവെഴുത്തുകളുടെ ഒരു പിൻബലം, ഡോക്യുമെന്ററി എവിഡൻസ് അല്ലെങ്കിൽ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ പൗലോസ് എത്ര മനോഹരമായിട്ടാണ് ഇത് ചിട്ടപ്പെടുത്തി തന്റെ വായനക്കാരിലേക്ക് എത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരു കോടതി മുറിയിൽ ഒരു അഭിഭാഷകൻ ന്യായാധിപന്റെ മുൻപാകെ തെളിവുകൾ നിരത്തി സംസാരിക്കുന്നത് പോലെയാണ് പൗലോസ് വാസ്തവത്തില് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് സ്ഥാപിക്കുവാൻ വേണ്ടി
മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഉള്ള ഒരു സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഒരു കോർട്ട് റൂമാണ് ഓർമ്മ വന്നത്. യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവോ എന്നുള്ളത് ഒരു ചോദ്യം കോടതിയിൽ ചോദിച്ചാൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വാദിക്കുന്ന പൗലോസ് എന്ന് പറയുന്ന ആ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ വക്കീല് മുന്നോട്ട് വയ്ക്കുന്ന തെളിവുകളെ പോലെയാണ് എനിക്ക് ഇത് വായിച്ചപ്പോൾ മനസ്സിലായത്. ഒന്നാമതായിട്ട് താൻ നിരത്തുന്ന തെളിവ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് ആണ്. താൻ പറയുകയാണ് തിരുവെഴുത്തുകളുടെ പിൻബലം യേശുക്രിസ്തുവിന്റെ ഉയർപ്പുമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. നിങ്ങൾ നോക്കി 15-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ താഴത്തേക്ക് വായിക്കുമ്പോൾ അതിന്റെ 3-4 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് പൗലോസ് മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്ന് പറയുന്നത് യേശുക്രിസ്തു മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ തിരുവെഴുത്തുകളെ നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങൾക്ക് അത് ഡോക്യുമെന്റഡ് ആണ്. അത് ആരും ഒരു കാലത്തും കൈകടത്തുകയോ അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള തിരിമറികൾ നടത്തുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾക്കത് പരിശോധിക്കാം. തിരുവെഴുത്തുകൾ തെളിവുകളായിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നുള്ള നിലയിലാണ്. അപ്പോൾ നമുക്കറിയാം, കോടതിയിൽ എപ്പോഴും അങ്ങനെയുള്ള ഒരു വാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന്റെ തെളിവുകളാണ് ആവശ്യമായിരിക്കുന്നത്. എന്ത് രേഖയാണ് ഉള്ളത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പൗലോസ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു തെളിവ്, ഒരു രേഖ, ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് വിശുദ്ധ തിരുവെഴുത്തുകളാണ്. യേശുക്രിസ്തു മരിച്ചത് ആകസ്മികമായിട്ടല്ല, ഒരു ആക്സിഡന്റൽ ഡെത്ത് അല്ല, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ആരെങ്കിലും പിടിച്ച് കൊല്ലുകയോ യേശു ഒരു നിവൃത്തിയില്ലാത്ത വിധത്തിൽ അവരുടെ കൈകളാൽ കൊല്ലപ്പെടുകയോ ചെയ്തതല്ല എന്നുള്ളതാണ് ദൈവശാസ്ത്രപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനവും മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും പുനരുത്ഥാനവും എല്ലാം വിശുദ്ധ തിരുവെഴുത്തുകളിൽ മുൻപേ കൂട്ടി തന്നെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ വായനയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത് പൗലോസ് മുന്നോട്ട് വയ്ക്കുന്നത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്, ഈ തിരുവെഴുത്തുകളുടെ നിവൃത്തീകരണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം അറിയിച്ചത് എന്നുള്ളതാണ്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷം ആ നിലയിലാണ് പൗലോസ് ഇവിടെ 1-ാമത്തെയും 2-ാമത്തെയും വാക്യത്തിൽ പറയുന്നത്. ഇപ്പൊ കൊരിന്തി വിശ്വാസികൾ ചിലർ പറയുകയാണ്, ഞങ്ങൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുമോ, മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ എന്നുള്ളതാണ് പൗലോസിന്റെ ചോദ്യം. അങ്ങനെ ചോദ്യം അവരുടെ ഇടയിൽ നിന്ന് വന്നതുകൊണ്ടാണ് പൗലോസ് ആ നിലയിൽ അവരോട് പ്രതികരിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തില് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഹൃദയവേദന, ഒരു ദുഃഖം, ഒരു പ്രയാസം പൗലോസിന് ആ കാര്യത്തിൽ വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കൊരിന്തിൽ ചെന്ന് അവരോട് സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് ഈ സുവിശേഷത്തിൽ തന്റെ ആ പ്രഭാഷണത്തിൽ യേശുക്രിസ്തുവിന്റെ മരണവും അടക്കവും പുനരുദ്ധാനവും ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കേട്ടിട്ട് വിശ്വസിച്ച് ഈ മാർഗത്തിലേക്ക് വരികയായിരുന്നില്ലയോ എന്നാണ് താൻ വാസ്തവത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വസ്തുത മറന്നുപോയോ? ക്രിസ്തു മരിച്ചിട്ട് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച കാര്യം, അതാണ് സുവിശേഷം. അത് നിങ്ങൾ മറന്നുപോയ ഒരു സാഹചര്യത്തിലാണോ എന്നുള്ള ഒരു ധ്വനി അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 2-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, നിങ്ങൾ വിശ്വസിച്ചത് വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും വിശ്വാസികളുടെ ഒരു ബലഹീനതയാണ് പാസ്റ്റർമാര് പല സമയങ്ങളിലും പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളത്. ഞാൻ തന്നെയും പലപ്പോഴും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അല്ലേ? ഞാൻ പലപ്പോഴും തമാശയായിട്ട് പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ മറന്നു പോകുന്നതാണ് പലപ്പോഴും എൻ്റെ ഒരു ആശ്വാസം.
അതുകൊണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പുതിയ പ്രസംഗം പ്രസംഗിക്കാനായിട്ട് കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഏതെങ്കിലും ഒരു പഴയ പ്രസംഗം എടുത്ത് പ്രസംഗിച്ചാൽ അത് നിങ്ങൾ ആരും പലപ്പോഴും ഓർക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സമാധാനം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പലപ്പോഴും തമാശയായിട്ട് പറയാറുണ്ട്. എന്നാൽ ഞാൻ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ ആണ് എന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല. നമ്മുടെ സഹോദരി സഹോദരന്മാർ പലരും എൻ്റെ പ്രസംഗങ്ങൾ ഓർത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് പുതിയ പ്രസംഗം ഉണ്ടാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉള്ളത് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കിയാണ്. അങ്ങനെ ഓർത്തിരിക്കുന്നവരെ ഓർത്തും സ്തോത്രം, ഓർക്കാത്തവരെ ഓർത്തും സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്ന കാര്യം നോക്കുക. ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചത്, ആ സുവിശേഷത്തിൽ എന്തുണ്ട്? ആ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പുണ്ട്, പുനരുദ്ധാനമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അവരോട് അറിയിച്ച സുവിശേഷം പൗലോസ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, പൗലോസ് വീണ്ടും നമുക്ക് ആ കോടതിയുടെ ആ ഒരു പശ്ചാത്തലത്തിലേക്ക്, ആ കോടതി മുറിയിലേക്ക് ഒന്ന് വരാം. പൗലോസ് നിരത്തുന്ന മൂന്നാമത്തെ തെളിവ് എന്ന് പറയുന്നത് ദൃക്സാക്ഷികളാണ്, ഐ വിറ്റ്നസ്സുകൾ ആണ്. അതാണ് നമുക്ക് കാണുന്നത്. ഇവിടെ നിങ്ങൾ നോക്കണം, അഞ്ചാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയനല്ലോ. ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അങ്ങനെ പൗലോസ് മൂന്നാമത് മുന്നോട്ട് വയ്ക്കുന്ന തെളിവ് എന്ന് പറയുന്നത് എന്തിനുള്ള തെളിവ്? യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വയ്ക്കുന്ന തെളിവുകളിൽ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ദൃക്സാക്ഷികൾ ഉണ്ട് എന്നുള്ളത്. ഈ സംഭവം, യേശു ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടു എന്നുള്ളത് കേവലം ഒരു ഊഹാപോഹമോ ഒരു കടങ്കഥയോ ഒരു നിർമ്മിതമായിട്ടുള്ള ഒരു കഥയോ അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞു പരത്തിയതോ അല്ല എന്നുള്ളതാണ് താൻ മുന്നോട്ട് വയ്ക്കുന്നത്. അത് കേവലം 1-2 ആളുകൾ മാത്രമല്ല എന്നുള്ളതും ആണ് പൗലോസ് പറയുന്നത്. 500-ലധികം സഹോദരന്മാർക്ക് യേശു പ്രത്യക്ഷനായി, കേഫാവിന് പ്രത്യക്ഷനായി, യാക്കോബിന് പ്രത്യക്ഷനായി. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് യേശു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് താന് മരണത്തെ അതിജീവിച്ച് താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. നമുക്കറിയാം, തോമസ് ഒരിക്കൽ യേശു ശിഷ്യന്മാരിയ്ക്കുന്ന ഇടത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ തോമസ് മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ അവന്റെ വിലാപ്പുറത്ത് കൈയിട്ട് നോക്കിയിട്ട് അവന്റെ കൈകാലുകളൊക്കെ പരിശോധിച്ചിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് താൻ പറയുകയുണ്ടായി. നല്ല തീരുമാനമാണ്. കാരണം അതെങ്ങനെ മനുഷ്യൻ, നമ്മള് ഒരു രസകരമായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തോമസ് ഉൾപ്പെടെയുള്ള ശിഷ്യവൃന്ദം തന്നെയാണ് പലപ്പോഴും യേശു മരിച്ചുപോയ പലരെയും ഉയർപ്പിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ അതൊന്നും അതൊക്കെ അവർക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നി. മരിച്ചുപോയ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ അവരുടെ ഗുരു മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് അവർക്ക് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. പ്രത്യേകിച്ച് തോമസിന് അത് പറ്റുന്നില്ല. അതുകൊണ്ടാണ് അത് എനിക്ക് വെരിഫൈ ചെയ്യണം, എനിക്കത് ഉറപ്പുവരുത്തണം എന്നൊക്കെ പറഞ്ഞത്. പിന്നീട് തോമസ് കൂടിയിരിക്കുന്ന സമയത്ത് യേശു വന്നിട്ട് തോമസിനെ പ്രത്യേകമായിട്ട് വിളിച്ച് ആ വ്യക്തിയുടെ സംശയം, തോമസിന്റെ പേഴ്സണൽ ഡൗട്ട് യേശു പരിഹരിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ തോമസിനെ വിളിച്ച്, വരൂ തോമസ്, നീ എന്റെ കൈകാലുകൾ നോക്കൂ, നീ എന്റെ വിലാപ്പുറത്ത് കൈയിട്ട് നോക്കൂ, നീ നോക്ക്, നീ പരിശോധിക്ക്, ഇത് ഞാൻ തന്നെയല്ലേ, എന്നെ ഈ ക്രൂശിക്കപ്പെട്ട നിന്റെ ഗുരു തന്നെയല്ലേ ഇത് എന്നുള്ളത് തോമസിനെ വിളിച്ച് പരിശോധിപ്പിക്കുന്ന യേശുവിനെ കാണുന്നു. അത് കാണുകയും ഉറപ്പുവരുത്തുകയും ചെയ്ത തോമസ്
യേശുവിന്റെ കാലുകളിൽ വീണ് താൻ എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമേ എന്ന് വിളിച്ച് അവനെ ആരാധിക്കുകയും പിന്നീട് താൻ യേശുവിന്റെ ഒരു വലിയ എന്താ പറയാ ഒരു വലിയ പ്രചാരകനായിട്ട്, സുവിശേഷത്തിന്റെ പ്രചാരകനായിട്ട് താൻ മാറുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ മൂന്നാമതായിട്ട് ദൃക്സാക്ഷികളാണ്. പൗലോസ് ഇത് വെറുതെ പ്രസംഗിക്കാനായിട്ട് പറ്റുമോ? ആളുകളോട് പറയണേ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അതിനെന്താ തെളിവ്? ദൃക്സാക്ഷികളുണ്ട്. എവിടെ ദൃക്സാക്ഷികളുണ്ട്? ദാ ഇപ്പോഴും കുറെ ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോയി ചോദിക്കാം, അവര് കണ്ടവരാണ് എന്ന് പറയുകയാണ്. അപ്പൊ അവരുടെ അനുഭവം, മറ്റുള്ളവരുടെ അനുഭവം പറയുന്നു. പിന്നീട് പൗലോസ് തന്റെ തന്നെ അനുഭവം പറയുകയാണ്. തന്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസും താൻ പറയുകയാണ്. ഇവിടെ എനിക്ക് ധാരാളം കാര്യങ്ങൾ പറയാനായിട്ട് ഉണ്ട് എങ്കിലും സമയത്തിന്റെ ഒരു അഭാവം എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് പറയണോ വേണ്ടയോ എന്നുള്ള ഒരു ആശങ്കയിലാണ് നിൽക്കുന്നത്. കേഫാവ് പത്രോസിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചൊക്കെ പ്രത്യേകമായി പറയാൻ കാരണം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ വേഗത്തിൽ അതങ്ങ് പറഞ്ഞ് പോകാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. പല വിധത്തിലുള്ള ചിന്തകൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് പത്രോസിനെ പ്രത്യേകമായിട്ട് എടുത്ത് പറയാനായിട്ട് കാരണം എന്താണ്? ഒന്ന്, പത്രോസ് അപ്പോസ്തോലന്മാരുടെ ഇടയിൽ വെച്ച് ഒരു പ്രധാനിയായിരുന്നു എന്നുള്ള ആ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ചിന്ത, അങ്ങനെ കണക്കാക്കിയിരുന്നത് തന്നെ, അങ്ങനെ എല്ലാവരും സ്വീകരിച്ചത് പൗലോസും ആ നിലയിൽ തന്നെ പത്രോസിന്റെ ആ പ്രഥമ സ്ഥാനം, തൂണുകളായി എണ്ണപ്പെട്ടവർ എന്നൊക്കെ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ കാണുന്നുണ്ട്. തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്ന അപ്പോസ്തലന്മാർ, ആ ഗണത്തിൽ പത്രോസിനെയും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു പത്രോസിനെ ഗവനിക്കാതെ പോകുകയോ, പത്രോസിന്റെ സഭയിലുള്ള സ്ഥാനം, പത്രോസ് ബിഷപ്പാണെന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരു പ്രഥമ സ്ഥാനം പത്രോസിന് എപ്പോഴും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അത് പൗലോസ് അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. പൗലോസ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു എന്നുള്ളത് കൊണ്ട് പത്രോസിനെ ഗവനിക്കാത്തവനായിട്ടോ പത്രോസിനെ മുഖവിലക്കെടുക്കാത്തവനായിട്ടുള്ള ഒരു പൗലോസിനെ അല്ല നമ്മൾ കാണുന്നത്. രണ്ടുപേരും കരം പിടിച്ച് പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും പരസ്പരം അവരുടെ ശുശ്രൂഷകളിൽ കൈത്താങ്ങൽ കൊടുക്കുകയും അപ്പോൾ തന്നെ അവരവരെ വിളിച്ചിരിക്കുന്ന വിധത്തിലുള്ള ശുശ്രൂഷകൾ അവരുടേതായ മേഖലകളിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ രീതി നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പത്രോസിനെ പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ പത്രോസിനെ എല്ലാ വിശ്വാസികളും കൊടുക്കുന്ന ഒരു മാന്യത ഒരുപക്ഷെ പൗലോസ് അവിടെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് ഉപയോഗിക്കാൻ കാരണം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം കേഫാവിന്റെ പക്ഷക്കാര് ആ സഭയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടും കൂടെ പറയുകയാണ്, പത്രോസ് യേശു പ്രത്യക്ഷനായി, പത്രോസ് ഇതിന്റെ ദൃക്സാക്ഷിയാണ്, പത്രോസും യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നവരാണ്. ഇനി എങ്ങാനും പത്രോസിന്റെ പക്ഷം പിടിക്കുന്ന വിശ്വാസികളിൽ ആരെങ്കിലും ഈ പുനരുദ്ധാനം, മരിച്ചുപോയ മനുഷ്യർ ഉയർത്തിയില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എങ്കിൽ പത്രോസ് അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്ന് അവരെ പറഞ്ഞ് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണോ പത്രോസിന്റെ പേര് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞതെന്ന് നമുക്കറിയില്ല. ഏതായാലും അങ്ങനെ ഒരു അനുമാനം എടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മറ്റൊരു ചിന്ത എനിക്ക് ഉണ്ടായത്, നമുക്കറിയാം പത്രോസ് യേശുവിന്റെ മരണത്തിന് ശേഷം പത്രോസ് മീൻ പിടിക്കാൻ പോയ ഒരു അനുഭവം പത്രോസിന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മീൻ പിടിക്കാൻ പോയ പത്രോസിന്റെ പിന്നാലെ ചെന്ന് പത്രോസിനെ തേടി ചെല്ലുന്ന, പത്രോസിന്റെ മാനസികാവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും പത്രോസിനെ മടക്കി വിളിക്കാൻ ചെല്ലുന്ന, പത്രോസിനെ തിരികെ തന്റെ ശിക്ഷകണത്തിലേക്ക്, തന്റെ ദൗത്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, പിൻവാങ്ങിപ്പോയ പത്രോസിനെ പിന്നെയും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന യേശുവിന്റെ ഒരു സ്നേഹവും കരുതലും ഒക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല യേശു പലരോട് പറയുന്നുണ്ട്, സ്ത്രീകളോട് പറയുന്നുണ്ട്, നിങ്ങൾ പത്രോസിനോടും ബാക്കിയുള്ളവരോടും ചെന്നത് പറയണം എന്ന് പറയുന്നുണ്ട്. കാരണം പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ് ദുഃഖിതനായി വിഷമിച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്
പത്രോസിന്റെ മാനസികാവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് യേശു പറയണം, നിങ്ങൾ പത്രോസിനോട് ചെന്ന് പറ, ഞാൻ ഉയർത്തെഴുന്നേറ്റു. നീ വിഷമിക്കണ്ട, നീ കരയണ്ട എന്ന് പത്രോസിനെ കരുതിക്കൊണ്ട് പറയാവുന്ന ഒരു യേശുവിനെയും പത്രോസിനെ തിരികെ ദൗത്യത്തിലേക്ക്, താൻ വിളിച്ച ആ ദൗത്യത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യുന്ന യേശുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഒരുപക്ഷെ പത്രോസ് പേര് പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ട് കാരണം ആ സഭയിലുള്ള ഏതെങ്കിലും വിശ്വാസികൾ ഏതെങ്കിലും വിധത്തിലുള്ള ദുഃഖത്തിലോ ഒരു 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 ആശങ്കയിലോ സംശയത്തിലോ ഒക്കെ കഴിയുന്നുണ്ടെങ്കിൽ പത്രോസ് മടങ്ങി വന്നതുപോലെ പത്രോസിനെ യേശു സ്വീകരിച്ച് തൻ്റെ ആ കൂട്ടത്തിലേക്ക്, തൻ്റെ ദൗത്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നതുപോലെ യേശു സ്നേഹവാനാണ്, കരുതുന്നവനാണ്, അവൻ ക്ഷമിക്കുന്നവനാണ്. അവന് നിങ്ങളുടെ ബലഹീനത, നിങ്ങളുടെ ചിന്താശേഷിയുടെ പരിമിതികൾ, നിങ്ങളുടെ ആ കൊച്ചു മനസ്സ്, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് യേശുവിന് കഴിയും. അതുകൊണ്ട് പത്രോസിനെയും സ്നേഹിച്ച യേശു, പത്രോസിന് പ്രത്യക്ഷപ്പെട്ട് അവനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത യേശു, അങ്ങനെ പത്രോസിനെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും യേശു സ്നേഹിക്കുന്നു എന്ന് പറയാനുള്ള ഒരു പാസ്റ്റോറൽ കെയർ ആ ഒരു എഴുത്തിലുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പത്രോസിനും യേശു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ എല്ലാ അപ്പോസ്തലന്മാർക്കും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഒരു അപ്പോസ്തലൻ പോലും അതിൽ ഒഴിഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ ഒരു അപ്പോസ്തോലിക കൂട്ടായ്മ, അവർക്ക് യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു അപ്പോസ്തോലൻ, ഏതെങ്കിലും ഒരു യേശുവിന്റെ ശിഷ്യൻ പറഞ്ഞ് പ്രസംഗിച്ച് നടന്നാൽ പിന്നെ അതൊരു വലിയ എതിർപ്പിനും ഒരു വലിയ ധ്രുവീകരണത്തിനും ഒരു വലിയ പക്ഷങ്ങൾക്കും കാരണമായി തീരും എന്നുള്ളത് കൊണ്ടാണ് പൗലോസ് കൃത്യമായിട്ട് പറയുന്നത്, കേഫാവിന് പ്രത്യക്ഷപ്പെട്ടു, 500-ലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, എല്ലാ അപ്പോസ്തലന്മാർക്കും യേശു പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഒരാൾക്ക് പോലും ഒരു ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. യേശുവിന്റെ ഉയർപ്പുമായിട്ട് ബന്ധപ്പെട്ട് യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരാൾക്ക് പോലും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ് യേശു എല്ലാവർക്കും പ്രത്യക്ഷനായതും അത് തന്നെ പൗലോസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത് എല്ലാ അപ്പോസ്തലന്മാർക്കും പ്രത്യക്ഷനായി. പിന്നീട് നമ്മൾ കാണുന്നതാണ് യാക്കോബിനെ കുറിച്ച് പറയുന്നത് 7-ാമത്തെ വാക്യത്തിൽ, അനന്തരം അവൻ യാക്കോബിനും പ്രത്യക്ഷനായി. പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. അപ്പോൾ യാക്കോബിന് പ്രത്യക്ഷനായി. ആരാണ് ഈ യാക്കോബ്? ഈ യാക്കോബ് യേശുവിന്റെ അർദ്ധ സഹോദരനായ അല്ലെങ്കിൽ യേശുവിന്റെ സഹോദരനായ യാക്കോബാണ്. എന്താണ് യാക്കോബിന് പ്രത്യക്ഷനായി എന്ന് എടുത്തു പറയാൻ കാരണം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. യേശുക്രിസ്തുവിന്റെ സഹോദരന്മാർ യേശുവിനെ വിശ്വസിച്ചിരുന്നില്ല, സ്വീകരിച്ചിരുന്നില്ല. യേശു ഒരു മശികയാണെന്നും അവൻ ക്രിസ്തുവാണെന്നും അവന് രാജാവാണ്, അവൻ ദൈവമാണ്, ദൈവപുത്രനാണ്, അവൻ മനുഷ്യപുത്രനാണ്, ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, അവൻ വിശേഷതയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് അവർ സ്വീകരിച്ച ഒരു കാര്യമായിരുന്നില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഭാവന കാണാറുണ്ട്. യേശു ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് നമുക്കറിയാം യേശുവിന്റെ വളർച്ച സ്വാഭാവികമായിട്ടുള്ള വളർച്ചയായിരുന്നു. അപ്പോൾ തന്നെ അവൻ ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളും ചിന്തകളും ശീലങ്ങളും യേശുവിനുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഞാനിങ്ങനെ പലപ്പോഴും ഭാവന കാണാറുണ്ട്. യേശു ഇങ്ങനെ തൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്തു തുടങ്ങിയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് യേശു തൻ്റെ വീട്ടിലേക്ക്, തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് വരുന്ന ഒരു സമയത്ത് അവരെല്ലാവരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ മറിയ ഇങ്ങനെ ചോറൊക്കെ വിളമ്പി എല്ലാവർക്കും കൊടുക്കുന്നു. അല്ലെങ്കിൽ യോസേഫും ഒക്കെ അടുത്തുണ്ട്. ഈ യോസഫ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. യേശുവിന് 30 വയസ്സായ സമയത്ത് ആയപ്പോഴത്തേക്കും യോസഫ് മരിച്ചുപോയി എന്നാണ് ഒത്തിരി വേദപണ്ഡിതന്മാർ ചിന്തിക്കുന്നത്. പക്ഷെ മറിയെ നമുക്ക് അങ്ങ് പെന്തക്കോസ് നാൾ വരെയും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, ഞാൻ എൻ്റെ ഭാവനയിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് മറിയ, യേശു, യാക്കോബ്, യൂദ, അതുപോലെ യോസെ, തൻ്റെ സഹോദരിമാര് മറിയ, ഇതൊക്കെ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ യാക്കോബും യൂദയൊക്കെ പരിഹാസപൂർവം യേശുവിനോട് സമീപിക്കുന്നതും കളിയാക്കുന്നതും
യേശുവിന്റെ വ്യക്തിത്വത്തെയും യേശുവിന്റെ അത്ഭുതത്തെയും യേശുവിന്റെ പ്രഭാഷണങ്ങളെയൊക്കെ വിമർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് കാണുന്ന മറിയയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വിഷമം, കാരണം മറിയയ്ക്ക് തുടക്കം മുതലേ ഈ ശിശു ഒരു അത്ഭുത ശിശുവാണ്, ഇവൻ വിശേഷതയുള്ള ഒരു കുട്ടിയാണ് എന്നുള്ളതിനെ കുറിച്ച് മറിയയ്ക്ക് അറിയാം. പക്ഷെ ഇത് വേണ്ടുന്ന പോലെ ഈ സഹോദരന്മാരെ ഗ്രഹിക്കുകയോ മനസ്സിലാക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ സഹോദരന്മാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിനെ വാസ്തവത്തിൽ പരിഹാസപൂർവം ഒരു കാര്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഈ ഉത്സവത്തിന്റെ ദിവസം, ഒരു പെരുന്നാൾ ദിവസം യേശുവിന്റെ സഹോദരന്മാർ യേശുവിനോട് പറയാണ്, പ്രശസ്തനാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ പോയി പ്രസംഗിക്കുക. അതാണ് പ്രശസ്തനാകാനായിട്ടുള്ള ആഗ്രഹമുള്ള വ്യക്തികൾ ചെയ്യേണ്ടത് എന്ന് യേശുവിനെ കളിയാക്കിക്കൊണ്ട് ശിഷ്യന്മാരെ സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന്റെ അർത്ഥം, അങ്ങനെയുള്ള വേദഭാഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്, യേശുവിന്റെ യേശുവിന്റെ സഹോദരന്മാർ യേശുവിന്റെ ശുശ്രൂഷാകാലത്ത് യേശുവിന്റെ വ്യക്തിത്വത്തെയോ അവന്റെ പ്രവർത്തികളെയോ വേണ്ടുന്ന വിധത്തിൽ തിരിച്ചറിയുകയോ അവരെ വിശ്വസിക്കുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് അവരിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നു. ആ ഉയർപ്പാണ് അവരെ മാനസാന്തരത്തിലേക്ക്, അവനിൽ വിശ്വസിക്കുന്നതിലേക്ക്, അവരുടെ സഹോദരൻ കേവലം ജഡസംബന്ധമായി മാത്രമുള്ള ഒരു സഹോദരനല്ല, അവൻ ദൈവത്താൽ അയക്കപ്പെട്ട രാജാവാണ്, അവൻ ദൈവമാണ്, അവന്റെ ദാസന്മാരാണ് ഞങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ അപ്പോസ്തലന്മാർ എത്തിയത്. യാക്കോബ് താൻ ലേഖനം എഴുതുമ്പോഴൊക്കെ പിന്നീട് താൻ യേശുവിന്റെ സഹോദരൻ, യേശുവിന്റെ ദാസനായ യാക്കോബ്, അതുപോലെ യൂദയും ലേഖനം എഴുതുന്ന സമയത്ത് യേശുവിന്റെ ദാസനായ എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിലാണ് അവർ പിന്നീട് യേശുവിനെ കണ്ടത്. ജഡസംബന്ധമായിട്ടുള്ള ഒരു നിലയിലല്ല, മറിച്ച് അവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന നിലയിലാണ് യേശുവിനെ അവർ വിശ്വസിച്ചത്. അപ്പോൾ യാക്കോബിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം, ഒരു കാലത്ത് യേശുവിൽ വിശ്വസിക്കാതിരുന്ന, യേശുവിനെ സംശയിച്ച, യേശുവിനെ അകറ്റി നിർത്തിയ, യേശുവിനെ പരിഹസിച്ച ആ സഹോദരൻ ഇപ്പോൾ ഇതാ യേശുവിന്റെ അനുയായിയും യേശുവിന്റെ സാക്ഷിയുമായി തീർന്നിരിക്കുന്നു എന്ന് പൗലോസ് ആ പ്രയോഗത്തിലൂടെ യാക്കോബിനും പ്രത്യക്ഷനായി എന്നുള്ളത് പറയുന്നത് പോലൂടെ ഉറപ്പുവരുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉള്ള തെളിവുകൾ ആണ് പൗലോസ് ദൃക്സാക്ഷികളിലൂടെ ഇവിടെ നമുക്ക് മുന്നോട്ട് നിർത്തുന്നത്. ഞാൻ നിങ്ങളോട് ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്താണ്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ തെളിവുകൾ പൗലോസ് നിരത്തുകയാണ്. എന്തൊക്കെയായിരുന്നു ആ തെളിവുകൾ? ഒന്ന്, തിരുവെഴുത്തുകളുടെ പിൻബലം. രണ്ട്, അവരോട് അറിയിച്ച സുവിശേഷം എന്തായിരുന്നു എന്ന് അവർ ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമത്, ദൃക്സാക്ഷികൾ. നാലാമത്, തന്റെ തന്നെ അനുഭവം, തനിക്ക് യേശുക്രിസ്തുവുമായിട്ടുണ്ടായിട്ടുള്ള ഒരു 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 എൻകൗണ്ടർ, അത് തന്റെ സ്വന്തമായ അനുഭവം താൻ അവരോട് പറയുകയാണ്. ഇങ്ങനെ പല കാര്യങ്ങളുമാണ് പൗലോസ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും അല്പം വെളിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് ബാക്കി തെളിവുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ തെളിവുകൾ എന്തൊക്കെയാണ്? യേശുക്രിസ്തുവിന്റെ ഒഴിഞ്ഞ കല്ലറയാണ്. യേശുക്രിസ്തുവിന്റെ ഒഴിഞ്ഞ കല്ലറ. ആ കല്ലറയിൽ നിന്ന് കേൾക്കുന്ന, അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന, അവിടെ നിന്ന് പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഹി ഈസ് നോട്ട് ഹിയർ, ഹി ഹാസ് റിസൺ. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ ഒഴിഞ്ഞ കല്ലറ. യേശുക്രിസ്തുവിന്റെ കല്ലറ തുറന്നു കിടക്കുകയാണ്. നമ്മൾ പാടാറില്ലേ, ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, എന്നാൽ നമ്മൾ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ ജീവിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കല്ലറ മാത്രമാണ് ഇന്ന് ഒഴിഞ്ഞു കിടക്കുന്നത്. ഈ ഒഴിഞ്ഞ കല്ലറ ഇങ്ങനെ പറയണമെങ്കിൽ അതിന് വലിയ ധൈര്യം ഉണ്ടാകണം എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഒഴിഞ്ഞ കല്ലറയെ കുറിച്ച് 4 സുവിശേഷ രചയിതാക്കളും രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും യേശുക്രിസ്തുവിന്റെ ഒഴിഞ്ഞ കല്ലറയെ കുറിച്ച് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ഒഴിഞ്ഞ കല്ലറ കണ്ട വ്യക്തികളെ കുറിച്ചും നമുക്ക് ദൃക്സാക്ഷികൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയാണ്. സ്ത്രീകൾ അത് കണ്ടിരിക്കുന്നു. അതുപോലെ സ്ത്രീകളുടെ വാക്ക് കേട്ട് അവിടേക്ക് ഓടി വന്ന ശിഷ്യന്മാര് അത് കണ്ടു. അപ്പോൾ യേശുവിന്റെ പ്രത്യക്ഷപ്പെടല് അവർ അനുഭവിച്ചിട്ടുണ്ട്. യേശു കിടന്ന കല്ലറ, യേശുവിനെ കിടത്തിയ കല്ലറയിൽ യേശുവിനെ കാണാനില്ല. അവരത് വന്നു ഉറപ്പുവരുത്തി അവൻ അവിടെ ഇല്ല എന്നുള്ളത് അവര് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്.
അപ്പൊ ആദ്യകാല ദൃക്സാക്ഷികളില് സ്ത്രീകള് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. ഇനി ഒഴിഞ്ഞ കല്ലറ കാണപ്പെടുന്ന എവിടെയാണ്? യെരുശലേമിലാണ്. എന്താണ് യെരുശലേമിന്റെ പ്രാധാന്യം? യെരുശലേമിൽ ആണ് ആ കല്ലറ ഉണ്ടായിരുന്നു എന്നുള്ളതും യെരുശലേമിൽ ഒഴിഞ്ഞ കല്ലറ ഉണ്ട് എന്ന് പറയുന്നതിന്റെയും പ്രസക്തി എന്താണ്? നമുക്കറിയാം, ദൈവസഭ ആരംഭിക്കുന്നത് യെരുശലേമിലാണ്. ഈ യെരുശലേമിൽ നിന്നുകൊണ്ട് പത്രോസും മറ്റ് അപ്പോസ്തലന്മാരും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പ്രസംഗിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാനായിട്ട് അവിടെ ധാരാളം ആളുകളുണ്ട്. അവർ ചോദിക്കും, അതിനെന്താണ് തെളിവ്? പത്രോസ് പറയും, നിങ്ങൾക്ക് യേശുവിനെ അടക്കിയ ആ കല്ലറ ചെന്ന് നോക്കാം. ആ കല്ലറ ചെന്ന് നോക്കിയാൽ എന്താ കാണാൻ കഴിയുന്നത്? അവിടെ ഒന്നുമില്ല. ഇനി അതൊരു സാധാരണക്കാരന്റെ കല്ലറയാണോ? അല്ല. അരിമത്യയിലെ യോസഫ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ അന്ന് ഭരണത്തിലിരുന്ന ഭരണത്തിലിരുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ കല്ലറയാണ്. ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ കല്ലറയാണ് അത്. അദ്ദേഹം ഇതിലെന്തെങ്കിലും വ്യാജം കാണിക്കുമോ? അപ്പോൾ ഇതൊരു വസ്തുതയല്ലായിരുന്നുവെങ്കിൽ, ഒഴിഞ്ഞ കല്ലറ ഒരു വസ്തുതയല്ലായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും ശിഷ്യന്മാർക്ക് അത് തന്റെ പൂർവ്വം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ കഴിയില്ല. കാരണം യെരുശലേം എന്ന് പറയുന്നത് ഒരു റിലീജിയസ് സെന്റർ ആണ്. മതപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും ഭരണത്തിലുള്ളവരും അങ്ങനെ ഒഫീഷ്യൽസും മതത്തിന്റെ ഒഫീഷ്യൽസും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഒഴിഞ്ഞ കല്ലറയെ കുറിച്ച് പറയണമെങ്കിൽ എത്രമാത്രം അത് ഉറപ്പുള്ളതായിരിക്കണം എന്നുള്ളത് നമുക്ക് അറിയുവാനായിട്ട് കഴിയണം. ഇനി യഹൂദന്മാരുടെ ഒരു പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് കഴിയുന്നത് എന്താണെന്നറിയാമോ? ഈ മത്തായിയുടെ സുവിശേഷം 28:11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ യഹൂദന്മാര് കുറെ ആളുകളെ വശംപ്പെടുത്തി അവരുടെ പക്ഷം ചേർത്തിട്ട് അവന്റെ ശിഷ്യന്മാർ, യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു പിടിപ്പിച്ച് അവരെയും കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വാസ്തവത്തില് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, ചക്കിന് വെച്ചത് കുക്കിന് കൊണ്ടു. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം നടക്കാതെ അത് മറ്റൊന്നിലേക്ക് അത് ആയിപ്പോയി എന്ന് നമ്മൾ പറയാറുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ ഒഴിഞ്ഞ കല്ലറയെ ശിഷ്യന്മാര് യേശുവിന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒന്ന്, ഒഴിഞ്ഞ കല്ലറ അവിടെ കണ്ടു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. യേശുവിന്റെ ശരീരം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നു എന്ന് അവർക്ക് പറയാമായിരുന്നു. പക്ഷെ യേശുവിന്റെ ശരീരം അവിടെ ഇല്ലായിരുന്നത് കൊണ്ടാണല്ലോ അവർക്ക് ഈ കള്ളസാക്ഷികളെ ഉണ്ടാക്കേണ്ടതായിട്ട് വന്നത്. യേശുവിന്റെ ശിഷ്യന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇനി യേശുവിന്റെ ശിഷ്യന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുമ്പോഴും അവര് എത്രമാത്രം ബുദ്ധിയില്ലാത്തവരാണ് എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് അതിലത്തെ പ്രശ്നങ്ങൾ? യേശുവിന്റെ ശിഷ്യന്മാർ അതിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോകത്തക്ക നിലയിലുള്ള ഒരു സുരക്ഷാ സംവിധാനം മാത്രമായിരുന്നു പീലാത്തോസ് അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തത്. ഈ ഗാർഡുകളെല്ലാം കിടന്ന് ഉറങ്ങുന്ന കാവൽക്കാര് ആയിരുന്നു. ഭരണ സംവിധാനത്തിന്റെ ഒരു പോരായ്മ അവിടെ വിളിച്ചു പറയില്ലേ? ഇവര് തന്നെയാണ് പീലാത്തോസിനോട് പറഞ്ഞ് അവിടെ കാവൽ ഏർപ്പെടുത്തിയത്. അപ്പോൾ ഭരണ സംവിധാനത്തിന്റെ ഒരു പോരായ്മയെ അത് ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അവിടെ വരുന്നുണ്ട്. രണ്ട്, ഈ യേശുവിന്റെ ശിഷ്യന്മാരെ ഇത് ഒളിപ്പിച്ച് എവിടെ കൊണ്ടുവരാനാണ്? അവരെവിടെയും പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ, സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നു. യേശുവിന്റെ അപ്പോസ്തലന്മാർ എല്ലാവരും ആ യെരുശലേമിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, യേശു ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാരോട് പറയുന്ന കാര്യം, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ ഇവിടെ നിങ്ങൾ ഇരിക്കണം, നിങ്ങൾ ഇവിടെ കാത്തിരിക്കണം എന്നൊക്കെയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷവും ശിഷ്യന്മാര് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ പ്രമാണികളുടെ മുമ്പിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പെന്തക്കോസ്ത് നാളിൽ അതിഗംഭീരമായ ഒരു പ്രസംഗം നടത്തുമ്പോൾ നമ്മൾ കാണുന്നത് ധീരനായ ഒരു ചങ്കുറപ്പുള്ള, ശങ്കയില്ലാത്ത, ധൈര്യത്തോടെ പ്രസംഗിക്കുന്ന, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശു എന്ന് അവരുടെ മുഖത്തു നോക്കി പറയുന്ന ഒരു ധീരനായ പത്രോസിനെയാണ്. ഈ ധീരത പത്രോസിന് എവിടെ ഉണ്ടായി? ഇതിനു മുമ്പ് കാണുന്ന പത്രോസിന്റെ അവസ്ഥ എന്താണ്? പത്രോസ് വളരെ ഭയപ്പെട്ട്
മറ്റുള്ളവർ ചോദിക്കുമ്പോൾ എനിക്ക് അവനെ അറിയില്ല അല്ലെ, 2 സ്ത്രീകളൊന്ന് ചോദിച്ചു, നീ അവന്റെ കൂട്ടത്തിലുള്ളവനായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന യേശുവിനെ എനിക്കറിയില്ല എന്നവൻ ആണയിട്ട് പ്രാകാനായിട്ടൊക്കെ തുടങ്ങിയത് നമുക്ക് അറിയാനായിട്ട് കഴിയും. അങ്ങനെ ഭയമുണ്ടായിരുന്ന പത്രോസ്, പേടിച്ച് വിറച്ച് കതകടച്ചിരുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പത്രോസ്, യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ കതകടച്ചിരുന്ന കാര്യം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ യഹൂദന്മാരെ പേടിച്ചിരുന്ന പത്രോസ്, തന്റെ തൊഴിലിലേക്ക് തിരിച്ചുപോയ പത്രോസ് അല്ലെങ്കിൽ ശിഷ്യന്മാര്, ഇവരൊക്കെ യേശുവിന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നാണക്കേട് അങ്ങനെ പറയുന്നവർക്കാണ് എന്നുള്ളതാണ് അതിലേറ്റവും വലിയ തമാശ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഈ ആദ്യകാലത്ത് ആ സമയത്ത് ആ സംഭവം നടക്കുന്ന സമയത്ത് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള യഹൂദന്മാരുടെ പ്രതികരണത്തിൽ ഒഴിഞ്ഞ കല്ലറ എന്നുള്ളത് അവരും സാക്ഷീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ഒരു ഭാഗം ഒഴിഞ്ഞ കല്ലറയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ സ്ത്രീ, നമുക്കറിയാം മറിയയാണ് ആ കല്ലറയ്ക്കലിലേക്ക് വരുന്ന ആദ്യത്തെ വ്യക്തി. മറിയയോട് യേശു പറയുന്നുണ്ട്, നീ ചെന്ന് എൻ്റെ സഹോദരന്മാരോടും പത്രോസിനോടും ഇത് നീ അറിയിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ മറിയ ഇത് ചെന്ന് തന്നോടൊപ്പമുള്ള സ്ത്രീകളോടും മറ്റുള്ളവരോടൊക്കെ ഇത് പറയുകയാണ്. പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സന്ദേശം ആദ്യമായിട്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ആദ്യം തിരിച്ചറിയുന്ന വ്യക്തി, ആളുകളുടെ ഇടയിൽ തിരിച്ചറിയുന്ന വ്യക്തി മറിയയാണ്, ഒരു സ്ത്രീയാണ്. അത് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പോയി പറയാനുള്ള ആ ഒരു ആഹ്വാനം ലഭിക്കുന്നതും ഒരു സഹോദരിക്കാണ്, ഒരു സ്ത്രീക്കാണ്. യഹൂദന്മാരുടെ ഇടയിൽ സഹോദരിമാർക്ക് സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ലായിരുന്നു. അവരുടെ വാക്കുകൾക്ക് വലിയ വിലയൊന്നും കൽപ്പിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് സാക്ഷി പറയുന്നതിനോടുള്ള ബന്ധത്തിൽ സ്ത്രീകളുടെ വാക്കുകൾ വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഞങ്ങൾ കണ്ടു, ദൃക്സാക്ഷി എന്ന നിലയിൽ സ്ത്രീകളുടെ സാക്ഷി, വിറ്റ്നസിങ് ഒരു വലിയ പ്രാധാന്യമുള്ള വിറ്റ്നസിങ് ആയിരുന്നില്ല എന്നുള്ളത് ഒരു പശ്ചാത്തലം, ഒരു സാമൂഹ്യ പശ്ചാത്തലം ഉള്ള ഒരു കാലമായിരുന്നു അത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു അവളോട് പറയുന്നത്, നീ ചെന്നിത് എൻ്റെ സഹോദരന്മാരോട് പറയുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന യേശുവിന്റെ ഒരു മനോഭാവം എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, സമൂഹം തള്ളിക്കളയുന്ന, സമൂഹം മുഖവിലക്കെടുക്കാത്ത, സമൂഹം അധികമായിട്ട് മാന്യത കൊടുക്കാത്ത സ്ത്രീകളെ യേശു എത്രമാത്രം മുഖവിലക്കെടുക്കുകയും അവരെ സ്വീകരിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും അവർ പ്രധാനപ്പെട്ടവരാണ്, അവരുടെ വാക്കുകൾ വിശ്വസിക്കേണ്ടതാണ്, അവരെ സ്വീകരിക്കേണ്ടതാണ്, അവർക്കും ദൗത്യങ്ങളുണ്ട്, അവർക്കും ഈ സന്ദേശം പറയാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ യേശുവിന്റെ ഈ പെരുമാറ്റത്തിലൂടെ, ഈ ആഹ്വാനത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നു. യേശു കാണിച്ച അതേ മാതൃകയാണ് ഇന്നും ക്രിസ്ത്യാനിത്വം ലോകത്തോട് കാണിക്കുന്നത്. വാസ്തവത്തിൽ നമുക്കറിയാം, ക്രിസ്ത്യാനിറ്റി എവിടെയെല്ലാം പ്രചരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം സ്ത്രീകൾക്ക് മാന്യത ഉണ്ടായിട്ടുണ്ട്, സ്ത്രീകളെ ബഹുമാനിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടേണ്ടതും അവർ അർഹിക്കുന്നതുമായ എല്ലാവിധമായിട്ടുള്ള അംഗീകാരങ്ങളും പ്രോത്സാഹനങ്ങളും പദവികളും അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അവരെ ഏതെല്ലാം നിലകളിൽ അവരുടെ കഴിവുകൾ ഉപയോഗിക്കാൻ കഴിയുമോ അതെല്ലാം ഉപയോഗിക്കണം എന്നുള്ള ചിന്തകളും ഒക്കെ സമൂഹത്തിന് പകർന്നു നൽകുവാനായിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് കഴിഞ്ഞതിന്റെ കാരണം യേശു സഹോദരിമാർക്ക് നൽകിയ മാന്യതയും അവരെ ചേർത്ത് നിർത്തിയതും അവരെ സ്നേഹിച്ചതും അവരിൽ നിന്ന് ശുശ്രൂഷകൾ സ്വീകരിച്ചതും അവരെ തന്നോടൊപ്പം യാത്രയിൽ സഹകരിപ്പിച്ചതൊക്കെ കണ്ടു വളർന്ന ശിഷ്യന്മാരും പിൽക്കാലത്ത് വന്ന ക്രിസ്തീയ സമൂഹത്തിന്റെ രീതികളുമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ ഒരിക്കലും ഒരു രണ്ടാം തര പൗരന്മാരല്ല. അവർക്ക് എന്നും സമൂഹത്തിലും കുടുംബത്തിലും സഭയിലും അർഹിക്കുന്നതായ പങ്കാളിത്തമുണ്ട് എന്നുള്ളത് അതിലൂടെ ഞാൻ ഒന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒഴിഞ്ഞ കല്ലറ, ഞാൻ 1-2 കാര്യം കൂടി പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ്. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ആദ്യകാലത്ത് തന്നെ സഭയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച എന്നുള്ളത്. സഭ എത്ര വേഗത്തിലാണ് ക്രിസ്തീയ സഭ വളർന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. AD ഒരു 30-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 35-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ആ പ്രസ്ഥാനം
ഇന്ന് ലോകമെങ്ങും പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായിട്ട് വളർന്നതിന്റെ കാരണം എന്താണ്? യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് യാഥാർത്ഥ്യമായിരുന്നു. അത് അവർ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്ത ഒരു സമൂഹം തൻ്റെ ഇടത്തോടെ ഉറച്ചു നിന്ന് അത് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്കറിയാം. വലിയ എതിർപ്പും പീഡനവും ഉണ്ടായിരുന്നിട്ടും ആദ്യകാലത്ത് ക്രിസ്തീയ സഭ വളരെ പെട്ടെന്ന് വളർന്നു എന്നുള്ളതാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ശിഷ്യന്മാർക്ക് ഇത്രമാത്രം തൻ്റെ ഇടവും ധൈര്യവും ഉണ്ടായതിന്റെ കാരണം അവരുടെ സ്വന്തം അനുഭവത്തിലൂടെ അവരുടെ ഗുരു മരണത്തെ അതിജീവിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് ഇവിടെ പറയുന്ന തൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഞാൻ എന്തിനാണ് ഇത്രമാത്രം പ്രയാസപ്പെടുന്നത്? ഞാൻ എന്തിനാണ് മൃഗയുദ്ധമൊക്കെ നടത്തിയത്? ഞാൻ എന്തിനാണ് ഈ വിധത്തിലുള്ള കഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്നത് എന്നുള്ളത് താൻ ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ യേശുവിൽ വിശ്വസിക്കുന്നവരും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള തൻ്റെ വിശ്വാസം, തൻ്റെ ആ ബോധ്യം ആണ് തന്നെ ഈ വേല ചെയ്യാനായിട്ട്, ഈ മാർഗത്തിന്റെ ഒരു വക്താവായിട്ട്, പ്രഭാഷകനായിട്ട് മാറ്റിയത് എന്നുള്ളതാണ് താൻ പറയുന്നത്. അവസാനമായിട്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ തെളിവ് എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള പുരാവസ്തുപരമായിട്ടുള്ള പശ്ചാത്തലങ്ങളും തെളിവുകളും നമ്മൾ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പല ആളുകൾ, പീലാത്തോസ്, കയ്യഫാവ്, അങ്ങനെ ഹെരോദ രാജാവ്, ഇങ്ങനെയുള്ള ആളുകൾ, അതുപോലെ സ്ഥലങ്ങൾ, അരിമത്തിയിലെ യോസെഫ്, അങ്ങനെ ഒട്ടനവധി ആളുകളുടെ പേരുകൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഇതിൽ പലരെയും പല സ്ഥലങ്ങളും പല വ്യക്തികളും അതുപോലെ പല കാര്യങ്ങളൊക്കെ എക്സ്കവേഷനിലൂടെ കണ്ടെത്തുവാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ പുരാവസ്തു ഗവേഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് യേശുവിന്റെ ഈ ഉയർപ്പിന്റെ ഈ രേഖപ്പെടുത്തലുകൾ, യേശുവിന്റെ മരണവും അടക്കവും പുനരുത്ഥാനവും തുടങ്ങിയ യേശുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചരിത്രപരമായ ഒരു വസ്തുതയാണ്. ഇത് സംഭവിച്ചിരിക്കുന്ന ഒന്നാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതൊക്കെയാണ് വേദപുസ്തകത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ വേദപുസ്തകത്തിന് വെളിയിലും തീർച്ചയായിട്ടും നമുക്ക് ഒട്ടനവധി തെളിവുകൾ ഇല്ലെങ്കിൽ പോലും യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് തന്റെ അനുയായികൾ വിശ്വസിച്ചിരുന്നു എന്ന് പ്രതിപാദിക്കുന്ന നിലയിൽ രേഖകൾ, ചരിത്രപരമായ രേഖകൾ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജോസിഫസ് എന്ന് പറയുന്ന ഒരു യഹൂദ ചരിത്രകാരൻ, അതുപോലെ ടാസിറ്റസ് എന്ന് പറയുന്ന റോമൻ ഹിസ്റ്റോറിയൻ, അതുപോലെ പ്ലിനി എന്ന് പറയുന്ന ഒരു ബഥാനിയയിലെ ഗവർണർ, ഇവരൊക്കെ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളെയും പരാമർശിച്ചുകൊണ്ട് പറയുമ്പോൾ ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ, ഈ യേശു എന്ന് പറയുന്ന ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി ഉള്ള കുറച്ച് ആളുകൾ, അവരുടെ വളർച്ച, അവരൊരു സംസാര വിഷയമായി തീർന്നത് ഒക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു കൂട്ടം ആളുകൾ ഇതുപോലെ ഉണ്ടാകാൻ കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വലിയ എതിർപ്പുകളുടെ ഇടയിലാണ് ഈ സമൂഹം വളർന്നത്. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ വല്ലാത്ത എതിർപ്പ്, യഹൂദന്മാരുടെ പ്രേരണ മൂലം റോമൻ ഗവൺമെന്റ് പോലും ഈ ക്രിസ്തു ശിഷ്യന്മാർക്ക്, ക്രിസ്തുവിന്റെ മാർഗം പിന്തുടരുന്നവർക്കെതിരെ അഴിച്ചുവിട്ട ആക്രമണങ്ങളെ കുറിച്ച് നമുക്കറിയാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രമാത്രം ഈ എതിർപ്പുകളും പീഡനങ്ങളും ഏറ്റ് ഈ ഒരു സമൂഹം വളർന്നു വന്നിട്ടുണ്ട് എങ്കിൽ ആ പീഡനങ്ങളെയും ആ ഉപദ്രവങ്ങളെയും ഒക്കെ സഹിക്കാൻ, അത് ഏറ്റെടുക്കാൻ, അതിനെ അഭിമുഖീകരിക്കാൻ ഈ സാധാരണക്കാരായ ആളുകളെ പ്രചോദിപ്പിച്ചതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവർ വിശ്വസിച്ച, അവരറിഞ്ഞ ആ യാഥാർത്ഥ്യമാണ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ്. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും സാധാരണക്കാരായ ആളുകൾക്ക്, പാവപ്പെട്ടവരായ ആളുകൾക്ക്, സമൂഹത്തിലെ ഏറ്റവും ഭീരുക്കളായിട്ട് അല്ലെങ്കിൽ സാധാരണ ജീവിതം നയിച്ചിരുന്ന ആളുകൾക്ക് ഒരിക്കൽ പോലും ഈ ഒരു പ്രസ്ഥാനത്തിന്റെ, ഈ ഒരു സന്ദേശത്തിന്റെ വക്താക്കളാകുവാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം എത്തി നിൽക്കുന്നത് 21-ാം നൂറ്റാണ്ടിൽ ആണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയുന്ന എത്രയോ കാര്യങ്ങളാണുള്ളത്. തലമുറകളായിട്ട് കൈമാറിയ ഈ സന്ദേശം,
നമുക്കും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനും അത് അവിശ്വാസികളായ ആളുകൾക്ക് ശരിയായ നിലയിൽ അവർക്കൊരു വിശ്വാസം രൂപപ്പെടുന്ന നിലയിൽ അവരെ ബോധവൽക്കരിക്കുവാൻ, അവരെ തിരുവഴുത്തുകളിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ തന്നെ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതലായ ആ ഒരു സന്ദേശം, ആ ഒരു വിശ്വാസം നമുക്ക് എന്നും ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആ ദൃഢതയ്ക്ക്, അതിന്റെ പുരോഗതിക്ക്, വളർച്ചയ്ക്ക് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്ന രണ്ടാമത്തെ ഭാഗം ഞാൻ നിങ്ങളോട് പിന്നെ അറിയിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. യേശുക്രിസ്തു മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാണ്. അവൻ എന്നിൽ ജീവിക്കുന്നു, അവൻ നിങ്ങളിൽ ജീവിക്കുന്നു, അവൻ നമ്മളിൽ, നമ്മുടെ സഭയിൽ അവൻ ജീവിക്കുന്നു, അവൻ ഉയരത്തിൽ ജീവിക്കുന്നു, അവൻ നമ്മുടെ ഇടയിൽ പാർക്കുന്നു, അവൻ നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശു നമുക്ക് ഇന്നും പ്രചോദനവും നമുക്ക് ഇന്നും ആവേശവുമായി തുടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.